അല്പസമയം മുൻപ് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി മാധ്യമങ്ങളെ കണ്ടിരുന്നു. ചില ആരോപണങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. താൻ കോമാളിയാണെന്ന തോമസ് ഐസക്കിന്റെ പ്രസ്താവനയ്ക്ക് മറുപടി പറയാനില്ലെന്ന് പാലക്കാട്ടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രമേശ് പിഷാരടി. മുതിർന്ന നേതാവായ തോമസ് ഐസക്കിനോട് സ്നേഹവും ബഹുമാനവും മാത്രമാണുള്ളത്. സമരം ചെയ്ത് കിട്ടുന്നതല്ല സംസ്കാരം. കലാകാരന്മാർ എന്നാണ് CPM-ന് വെറുക്കപ്പെട്ടവരായതെന്നും രമേശ് പിഷാരടി ചോദിച്ചു. എല്ലാ പാർട്ടിയിലും സിനിമാ താരങ്ങളും മത്സരിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ്, എന്നേക്കാൾ മുതിർന്ന ഒരാളാണ്. അദ്ദേഹത്തിനോട് അങ്ങനെ ഒപ്പത്തിനൊപ്പം നിന്ന് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ അനാവശ്യമായ പരാമർശങ്ങൾ നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എൻ്റെ കയ്യിൽ നിന്ന് നേരിട്ടൊരു മറുപടി കൊടുക്കുന്നില്ല. ബഹുമാനം, സ്നേഹം മാത്രം. ഈ സംസ്കാരം സമരം ചെയ്താൽ കിട്ടുന്നൊരു കാര്യമല്ല, അത് എളുപ്പത്തിൽ കിട്ടില്ല. അപ്പോൾ ഇത്രയും നാടക കലാകാരന്മാർ, KPSC പോലെയൊക്കെയുള്ള ട്രൂപ്പുകളിലെ കലാകാരന്മാർ മൈക്ക് പോലും ഇല്ലാത്തൊരു കാലത്ത് ഒരുപാട് ഉത്സവപ്പറമ്പുകളിൽ പരിപാടികൾ അവതരിപ്പിച്ച് നാടകം നടത്തിയുമെല്ലാം ആ പ്രസ്ഥാനത്തെ അത്രയും മുന്നിലേക്ക് കൊണ്ടുവന്ന ശേഷം ഇവർക്ക് എന്നു മുതലാണ് കലയും കലാകാരനും ഒക്കെ ഇത്രയും കാണാൻ വയ്യാത്ത ആളാകുന്നത്? അത് അവനവനോടൊപ്പം നിൽക്കാത്ത എല്ലാവരും വെറുക്കപ്പെടേണ്ടതാണ് എന്നുള്ളൊരു പ്രത്യയശാസ്ത്രം ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. തോമസ് ഐസക്കിന് മറുപടി പറയുകയായിരുന്നു രമേശ് പിഷാരടി. തോമസ് ഐസക് എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഗസയിലെ കൊല ചർച്ചയാക്കരുത് എന്ന് പറയുന്നയാളാണ് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കോൺഗ്രസിന്റെ നയം പോലും UDF സ്ഥാനാർത്ഥിക്ക് അറിയില്ല എന്നുകൂടിയാണ് തോമസ് ഐസക് പറഞ്ഞത്. ആ പ്രതികരണത്തിലേക്ക് കൂടി. സ്ഥാനാർത്ഥികൾ വ്യത്യാസമുണ്ടെന്ന് രാഷ്ട്രീയം വർത്തമാനം പറയാൻ പറ്റുന്ന ആളുകളുടെ സ്ഥാനാർത്ഥിയാണ്. എന്താ അദ്ദേഹം എന്ന് പറഞ്ഞത്? അങ്ങ് ഗാസയിൽ നടക്കുന്ന സമരം, കൊല, അതൊക്കെ നമ്മളിവിടെ ചർച്ചാ വിഷയമാക്കുന്നത്, നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെന്ത്? ഇത് പറയുന്ന ഒരാള് കോൺഗ്രസിന്റെ നയമെങ്കിലും മനസ്സിലാക്കണ്ടേ വർത്തമാനം പറയുന്നതിന് മുമ്പ്? അതുകൊണ്ട് തക്കതായിട്ടുള്ള ശിക്ഷ കോൺഗ്രസിന് കിട്ടും. കോൺഗ്രസിന്റെ വോട്ട് ഈ നിലപാടുകളൊക്കെ മൂലം LDFിലേക്ക് വരും. പാലക്കാട് LDF ജയിക്കുക തന്നെ ചെയ്യും. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും പാലക്കാട് നിന്ന്. സാജിദ്, അങ്ങനെ രമേശ് പിഷാരടിക്കെതിരെ തോമസ് ഐസക്കിന്റെ ആരോപണവും അതിനെതിരെയുള്ള മറുപടിയുമാണ് പാലക്കാട് രാഷ്ട്രീയത്തെ ഇന്ന് സജീവമാക്കി നിർത്തുന്നത്. എന്തൊക്കെയാണ് സംഭവിച്ചത്? ജിൽസി, കോമാളി വേഷം കെട്ടിയ ഈ അഭിനേതാക്കളെയാണ് മത്സരിപ്പിക്കുന്നത്, രാഷ്ട്രീയം പറയാൻ അറിയാത്തവരെ മത്സരിപ്പിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളായിരുന്നു തോമസ് ഐസക് പറഞ്ഞത്. ഇതിന് മറുപടിയായാണ് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി ഇന്ന് സംസാരിച്ചത്. അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞത് തോമസ് ഐസക് സീനിയറായ നേതാവാണ്, അദ്ദേഹത്തോട് സ്നേഹവും ബഹുമാനവും മാത്രമാണ് ഉള്ളത്. ഈ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടാണ് നമ്മുടേത്, ആർക്കും ആരെക്കുറിച്ചും ഈ സംസാരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും അതേ അഭിപ്രായ സ്വാതന്ത്ര്യം ഈ നിങ്ങൾക്കുമില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് എന്നാൽ എനിക്ക് സംസ്കാരമുണ്ട് എന്നുള്ളതാണ്. ഈ സമരം ചെയ്തത് കൊണ്ട് ലഭിക്കുന്നതല്ല സംസ്കാരം എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറ്റൊന്ന്, NDA സ്ഥാനാർത്ഥിയായ അഖിൽ മാരാറുടെ വിമർശനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അഖിൽ മാരാർ എന്ത് പറയുന്നു എന്ന് താൻ ശ്രദ്ധിക്കാറില്ല. ഇന്ന് പറയുന്ന കാര്യമല്ല അഖിൽ മാരാർ നാളെ പറയുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ തന്നെ തള്ളി പറഞ്ഞിട്ടുണ്ടാകാം. പിന്നീട് ഈ ഏറ്റവും നല്ല ആളാണെന്ന് താൻ പറയുന്ന രീതിയിലേക്ക് ഒരു വാക്കിന് കൃത്യമായ സ്ഥിരതയില്ലാത്ത വ്യക്തിയാണ് അഖിൽ മാരാർ എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തായാലും ഈ തോമസ് ഐസക്കിന്റെ ഈ പ്രസ്താവന അത് ഈ കോമാളി വേഷം കെട്ടിയ വ്യക്തിയെ രാഷ്ട്രീയത്തിൽ ഇറക്കരുത്, തെരഞ്ഞെടുപ്പിൽ ഇറക്കരുത് എന്ന പ്രസ്താവനയ്ക്കാണ് ഈ രമേശ് പിഷാരടി മറുപടി പറഞ്ഞത്.